പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യൂ സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആനിൽ ഖലം എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ 17 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ മനോഹരമായ ഒരു കഥ പഠിപ്പിക്കുന്നുണ്ട്. ധിക്കാരികളും അഹങ്കാരികളുമായ ഒരു പറ്റം മുതലാളിമാരുടെ കഥയാണ്. കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ എന്തുമാവാം, എന്തും നേടാം എന്നാലോചിക്കുന്നവർക്ക് പാഠം നൽകുന്ന മനോഹരമായ ഒരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. ഒരു വലിയ തോട്ടക്കാരൻ, ആ തോട്ടത്തിൽ വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങളുണ്ടായിരുന്നു. അത് വിളവെടുക്കുന്ന സമയത്ത് ആ നാട്ടിലെ മുഴുവൻ പാവങ്ങളും അവിടെ വരും. അപ്പോൾ ആ മുതലാളി വിളവെടുപ്പിൻ്റെ സമയത്ത് ഒരു വിഹിതം തനിക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന നല്ല ദാനശീലനായ, മനുഷ്യപ്പറ്റുള്ള, മനുഷ്യസ്നേഹിയായ ഒരു മുതലാളിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മക്കളുടെ വാദം, ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് നമുക്കുള്ളതാണ്, ഈ നാട്ടിലെ പാവങ്ങൾക്ക് നമ്മൾ എന്തിനു കൊടുക്കുന്നു, ഇത് നമ്മുടേതല്ലേ എന്നായി മക്കൾ. അങ്ങനെ കാലങ്ങൾ കടന്നു പോയപ്പോൾ ഒരു സന്ദർഭത്തിൽ ഈ ദാനശീലനായ ഈ പിതാവ്, ആ തോട്ടക്കാരൻ മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ മക്കൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അങ്ങനെ അവർ കൂടിയാലോചിക്കുകയാണ്, നമ്മൾ ഉപ്പാനെ പോലെ നമ്മളാവരുത്, ഇത് നമ്മളെ സമ്പത്താണ്, ഈ നാട്ടിലെ ഒരാൾക്കും നമ്മൾ കൊടുക്കരുത്, ഇതിൽ നിന്ന് കൂടുതൽ പണമുണ്ടാക്കണം. അങ്ങനെ അവർ ആലോചിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, എന്ത് ചെയ്യും. വിളവെടുപ്പിൻ്റെ സമയത്ത് നാട്ടിലെ പാവങ്ങൾ പാത്രവുമായി വന്ന് ക്യൂ നിൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോഴും കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, അങ്ങനെ വേണോ, പടച്ചോനെ നമ്മൾ മറക്കണോ, പടച്ചോൻ തന്ന അനുഗ്രഹമല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരൊന്നും അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തിനും അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വന്നു. അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. പ്രഭാതത്തിൽ ഈ നാട്ടിലെ ആളുകളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ദരിദ്രരായ ജനങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ആരും അറിയാതെ പുലർച്ചെ സമയത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിളവെടുപ്പാം. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നു, പരസ്പരം വിളിച്ചുണർത്തുന്നു. എന്നിട്ട് മെല്ലെ മെല്ലെ പതിയെ പതിയെ ആരും അറിയാതെ അവരെ തോട്ടത്തിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് അവരുടെ മുഖഭാവം എല്ലാവരെയും തോൽപ്പിച്ച, എല്ലാവരെയും പറ്റിച്ചു എന്ന രീതിയിലുള്ള മുഖഭാവത്തോടെ അവരെങ്ങനെ പോവാണ്. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അവരാകെ അത്ഭുതപ്പെട്ടു. നമ്മുടെ വഴി മാറിയോ, നമ്മൾ തോട്ടം മാറിയോ, ഇത് നമ്മുടെ സ്ഥലം തന്നെയല്ലേ, ആകെ ഉണങ്ങി കരിഞ്ഞു കിടക്കുകയാണ്. വിളവെടുപ്പാൻ ചെന്നപ്പം എല്ലാം മരുഭൂമിയായി കിടക്കുന്നു, അവിടെ ഒന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ മകൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, പടച്ചോനെ മറക്കരുത്. അങ്ങനെ അവസാനം അവരുടെ തെറ്റ് ഏറ്റുപറയുകയും ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ആ അനുഗ്രഹങ്ങൾ ഇല്ലാത്തവർക്ക് കൂടി നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് അള്ളാഹു കൂടുതൽ നമുക്ക് തരിക. ലൈൻ ശകർത്തും ലഅസീദന്നകും. നമ്മൾ കൂടുതൽ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു കൂടുതലായിട്ട് നമ്മുടെ വിഭവങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് നന്ദി കാണിക്കുക. അപ്പോൾ അള്ളാഹു കൂടുതൽ നമ്മളെ പരിഗണിക്കും എന്ന പാഠമാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ സമ്പത്തും നമ്മുടെ അധികാരവും നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മൾ അഹങ്കാരികളാക്കരുത്, നമ്മൾ ഏറ്റവും കൂടുതൽ വിനയമുള്ളവരാക്കി മാറ്റണം എന്ന പാഠം കൂടി ഈ കഥയിലൂടെ നമ്മൾ പഠിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.